ഹലോ, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്കാണെങ്കിലും വിരുന്നുകാർക്കൊക്കെ ആണെങ്കിലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല രുചിയുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മളിതിലേക്ക് സവാള അരിയുകയോ വഴറ്റുകയോ അതല്ലെങ്കിൽ ചിക്കനോ ബീഫോ ഒന്നും ഇതിലേക്ക് വേണ്ട. പൊടി കുഴച്ചെടുക്കുന്ന പണികളോ അങ്ങനത്തെ പണികളൊന്നുമില്ല. വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്കും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കോൺഫ്ലവർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അതിന് പകരമായിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു 1/2 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുരുമുളക് പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ. കുട്ടികൾക്ക് തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇതിലേറെ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല, ഇത്ര തന്നെ മതിയാവും. പിന്നെ ഇത് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടുള്ളൂ. സ്പൂൺ ഒന്നും വെച്ചിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും എല്ലാ പൊടിയിലും മിക്സ് ആയിട്ട് കിട്ടൂല. അതുകൊണ്ട് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് കോളിഫ്ലവർ ആണ്. അപ്പോൾ ഞാനിവിടെ കോളിഫ്ലവർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേറെ ചെറുതാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കാണാനൊക്കെ നല്ല ഇഷ്ടമാവും. അതുകൊണ്ട് ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ച ശേഷം അതിലേക്ക് ഈ ഒരു കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും തിളപ്പിച്ചെടുക്കുക. ഒരുപാട് സമയമൊന്നും തിളപ്പിച്ചെടുക്കേണ്ട. 1 മിനിറ്റ് തിളച്ച ശേഷം നമുക്കിത് ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയ ശേഷം ഈ ഒരു വെള്ളം ഒന്ന് വാരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെക്കണം. അതിനുശേഷമാണ് നമ്മളിനി അടുത്തത് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കോളിഫ്ലവർ ആയിട്ട് എടുത്തിട്ട് ഈ ഒരു പൊടി കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ ഈ ഒരു കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വെക്കാം. ഇനി ഈ ഒരു പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഈ ഒരു മാവ് തയ്യാറാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി. ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മാവ് ലൂസായി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി വെച്ചിട്ട് കോട്ട് ചെയ്തിട്ടുള്ള ഈ ഓരോ കോളിഫ്ലവറും ഈ ഒരു മാവിൽ നല്ലപോലെ ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ടൊന്ന് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഇവിടെ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ആദ്യം മാവിൽ മുക്കിയിട്ട് അതിന് ശേഷം ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. മുഴുവനായിട്ടും ഇവിടെ നമ്മൾ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് തിളച്ച ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബ്രോസ്റ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വെന്ത് വരുന്ന അതുവരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് കോളിഫ്ലവർ ബ്രോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇത് കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ബാച്ച് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കോളിഫ്ലവർ കുറച്ചും കൂടി ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ ഇതിലേറെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കണം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്